പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് വിക്രമാദിത്യനെ കുറിച്ചാണ്. ചാണക്യ ചന്ദ്രഗുപ്തൗച വിക്രമശാലി വാഹന സമുദ്രഗുപ്ത ശ്രീഹർഷ ശൈലേന്ദ്രോ ബപ്പരാവല. വിക്രമാദിത്യൻ അവന്തിക എന്ന സപ്തമോക്ഷ നഗരങ്ങളിൽ ഒന്നായ ഉജ്ജയിനി നഗരത്തിൽ ഗന്ധർവസേനന്റെയും സരസ്വതി എന്ന മഹതിയുടെയും പുത്രനായി ശിവാനുഗ്രഹത്താൽ ക്രിസ്തുവിനു മുമ്പ് 102 ജനിച്ച ബാലന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടു. സരസ്വതിയുടെ സഹോദരൻ കാലകൻ തൻ്റെ സഹോദരീ ഭർത്താവിനോടുണ്ടായിരുന്ന വൈരം തീർക്കാൻ വിദേശികളായിരുന്ന ശകന്മാരോട് കൂട്ടുകൂടി. സിന്ധ് മുതൽ വിദർഭം വരെ ശകന്മാരുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി തീർന്നു. ഗന്ധർവസേനൻ പുത്രസഹിതനായി ആന്ധ്ര രാജാവായിരുന്ന അരിഷ്ടകർണിയുടെ അടുത്ത് അഭയം തേടി. വിക്രമാദിത്യൻ 12 വർഷം കാട്ടിൽ തപസ്സിന് പോയി. അക്കാലത്ത് പാർവതീദേവി അയച്ച വേതാളത്തിൽ നിന്നും ഗ്രഹിച്ച ശിക്ഷണപ്രദമായ കഥകളാണ് വേതാള പഞ്ചവിംശതി അഥവാ വേതാളം പറഞ്ഞ 25 കഥകൾ. വിക്രമാദിത്യനും വേതാളവും എന്ന പേരിലാണ് ഇവ മലയാളത്തിൽ പ്രസിദ്ധമായത്. ഗന്ധർവസേനൻ വിക്രമാദിത്യനെ യുവരാജാവാക്കി. 8 വർഷം നിരന്തരം യുദ്ധം ചെയ്ത് ക്രിസ്തുവിനു മുമ്പ് 57 45-ാമത്തെ വയസ്സിൽ വിക്രമാദിത്യൻ രാജാവായി. രാജ്യം പിടിച്ചപ്പോൾ 12 വർഷം ഗന്ധർവസേനൻ തന്നെ ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. വിക്രമാദിത്യൻ രാജാവായ വർഷമാണ് ഇന്ന് ഉത്തരഭാരതത്തിൽ പരക്കെ പ്രയോഗത്തിലുള്ള വിക്രമ സംവത്സരം. 72 വർഷം നിരന്തരം രാജ്യം ഭരിച്ച വിക്രമാദിത്യൻ ദേവതുല്യനായിട്ടാണ് ഭാരതത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം 117-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിഷേക സമയത്ത് ഇന്ദ്രനാണ് സിംഹാസനം അയച്ചു കൊടുത്തത് എന്ന വിശ്വാസമുണ്ട്. ആ സിംഹാസനത്തിന്മേൽ 32 അപ്സരമാർ സദാ അദ്ദേഹത്തിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കുന്നു. വിക്രമാദിത്യന് ശേഷം 11 തലമുറകൾ കഴിഞ്ഞ് പർമാർവാർ വംശത്തിലെ രാജാവായ ധാറിലെ ഭോജരാജാവ് വിക്രമാദിത്യ സിംഹാസനം ഒരു മൺകൂനക്കടിയിൽ നിന്നും കുഴിച്ചെടുത്തു. അതിന്മേൽ സാലഭഞ്ചികളായി നിന്നിരുന്ന അപ്സരസുകൾ ഓരോ പ്രാവശ്യവും ഭോഗരാജാവ് സിംഹാസനത്തിലിരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ വിലക്കി. വിക്രമാദിത്യന്റെ ഓരോ കഥകൾ കേൾപ്പിച്ച ശേഷം ആ ചക്രവർത്തിയുടെ സിംഹാസനത്തിലിരിക്കാൻ അങ്ങ് യോഗ്യനാണോ എന്ന് ചോദിച്ച് സ്വർഗത്തിലേക്ക് പറന്നുപോയി. സാലഭഞ്ചികൾ പറഞ്ഞ കഥകളാണ് ദ്വാത്രി ശതി എന്ന 32 കഥകൾ. ശകന്മാരെ പൂർണ്ണമായും തുടച്ചു നീക്കിയ വിക്രമാദിത്യൻ ജനക്ഷേമ തൽപരനായി ദീർഘകാലം ഭരിച്ചു. തൻ്റെ രാജ്യക്കാരും പുറം രാജ്യങ്ങളിലുള്ളവരും അദ്ദേഹത്തെ വാഴ്ത്തി. ഉജ്ജയിനിയിലെ മഹാകാലേശ്വര ജ്യോതിർലിംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരദേവതാ ക്ഷേത്രം. അറിവിൻ്റെ എല്ലാ രംഗങ്ങളെയും പ്രോത്സാഹിപ്പിച്ച വിക്രമാദിത്യൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങളായിരുന്നു കാളിദാസൻ, വരരുചി, അമരസിംഹൻ, ധന്വന്തരി, ക്ഷപണകൻ, വേതാളഭട്ടൻ, ഘടകർപ്പരകൻ, ശംഖു, വരാഹ, മിഹിരൻ എന്നിവർ. വിക്രമവർഷം, വേതാള കഥകൾ, സാലഭഞ്ചിക കഥകൾ, ഭവിഷ്യപുരാണം, യക്ഷഗാനം, മറ്റു ചില പുരാണങ്ങൾ, മഹാകാലേശ്വരം എന്നിവയും ഇന്നും വിക്രമാദിത്യന്റെ പ്രൗഢഗംഭീര സ്മരണകളെ ഉണർത്തുന്നു. വിക്രമാദിത്യ എന്നാണ് ഭാരതത്തിൻ്റെ വിമാനവാഹി കപ്പലിന് പേരിട്ടിരിക്കുന്നത്. പുരാണങ്ങളിലും യക്ഷഗാനങ്ങളിലും കഥാസാഗരത്തിലും വിക്രമാദിത്യനും ഭട്ടിയും എന്നിവയിലും നിറയെ വിക്രമാദിത്യൻ്റെ കഥകളുണ്ട്. അവയിലൂടെ അദ്ദേഹം ഇന്നും ഭാരതീയ ജനമനസ്സുകളിൽ ചിരഞ്ജീവിയായി ജീവിക്കുന്നു. ആ വിക്രമാദിത്യനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.